Hello aspirants, welcome to HM Academy. Economics portion, types of economics ആണ് ഇന്നത്തെ topic. Capitalist economy. In a capitalist economy, the factors of production will be owned by private individuals. അതായത് ഒരു നാട്ടിലെല്ലാം പ്രൈവറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ US അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിരിക്കും, പബ്ലിക് സെക്ടേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ഓർഗനൈസേഷൻ, ക്യാപിറ്റൽ. അപ്പോൾ എല്ലാം പ്രൈവറ്റ് റിലേറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ ഇൻ എ സോഷ്യലിസ്റ്റ് എക്കോണമി ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ഓൺഡ് പബ്ലിക്ലി, ദാറ്റ് ഈസ് ഗവൺമെൻറ്. എക്സാമ്പിൾ ചൈന ആൻഡ് ക്യൂബ. അതുപോലെ ഫോർമർ USSRും സോഷ്യലിസ്റ്റ് എക്കോണമി ആയിരുന്നു. നെക്സ്റ്റ് മിക്സഡ് എക്കോണമി, അതായത് ഇന്ത്യ. പ്രൈവറ്റ് സെക്ടറും ഉണ്ടാവും, പബ്ലിക് സെക്ടറും ഉണ്ടാവും. അതാണ് മിക്സഡ് എക്കോണമി. ഇനി ടൈപ്സ് ഓഫ് എക്കോണമി ഡിസൈഡ്സ്. ഫസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എന്ന് നോക്കാം. അതായത് ഈ എക്കോണമി ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ് അവർ ഡിസൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്താണ് ഡിസൈഡ് ചെയ്യുക? എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം? വാട്ട് ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്. നമ്മൾ എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ് ഈസ് പ്രോഫിറ്റ്. ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്? ഇപ്പോൾ പീപ്പിൾ. ഹൗ ടു പ്രൊഡ്യൂസ്, അതായത് ലോവസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റിലായിരിക്കും. എപ്പോഴും ഒരു പ്രൈവറ്റ് സെക്ടർ പീപ്പിൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് അഫോർഡബിൾ, ചീപ്പ് പ്രൊഡക്ഷൻ കോസ്റ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ മെൻറ്റാലിറ്റി ഉണ്ടാവുക. ദാറ്റ് ഈസ് വാട്ട് എക്കോണമി ഡിസൈഡ്സ് ഫോർ ക്യാപിറ്റലിസ്റ്റ്. നെക്സ്റ്റ് ഈസ് സോഷ്യലിസ്റ്റ്, മീൻസ് വാട്ട് ടു പ്രൊഡ്യൂസ്. ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അതേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, അല്ലാതെ ലാഭം മാത്രം നോക്കിയിട്ടുള്ള കാര്യം സോഷ്യലിസ്റ്റ് എക്കോണമിയിൽ ഉണ്ടാവില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൺഡ്, പ്രൊഡക്ഷൻ വിൽ ബി ഓൺ പബ്ലിക്ലി. അപ്പോൾ പീപ്പിളിന് എന്താണോ ആവശ്യം അത് മാത്രമേ പ്രൊഡക്ഷൻ നടത്തുള്ളൂ. ആർക്ക് വേണ്ടിയിട്ടാണ്? പീപ്പിളിന് വേണ്ടിയിട്ട്. ഫോർ പീപ്പിൾ. ഹൗ ടു പ്രൊഡ്യൂസ്, മിനിമം യൂസ് ഓഫ് റിസോഴ്സസ് വെച്ചിട്ടുള്ളതാണ് പ്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ലോ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് ഈസ് ദ ഡിസയർ. ഡിസയർ മീൻസ് ആവശ്യപ്പെടുന്നത്, അവർ ആഗ്രഹിക്കുന്നത്, അതാണ് ഡിസയർ എന്ന് പറയുന്നത്. ടു ബൈ എ കൊമോഡിറ്റി ബാക്ക്ഡ് ബൈ ദ എബിലിറ്റി ടു ബൈ ദാറ്റ് കൊമോഡിറ്റി. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു സാധനം, നമുക്ക് ആ സാധനം വാങ്ങിക്കാൻ കഴിവ്. ഇപ്പോൾ സപ്പോസ് വി ഹാവ്, നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു 10 rupees ഉണ്ട്, ഒരു പെൻ വാങ്ങിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ പെന്നിന് 5 rupees ആണെങ്കിൽ നമുക്ക് ആ എബിലിറ്റി ഉണ്ട്. ആ പെൻ വാങ്ങിക്കാൻ 5 rupees ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 10 രൂപയുണ്ടല്ലോ. അപ്പോൾ അത് വാങ്ങിക്കാനുള്ള എബിലിറ്റി നമ്മുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഡിമാൻഡ് ഓർ ലോ ഓഫ് ഡിമാൻഡ്. കാരണം നമുക്ക് അഫോർഡബിൾ ആണത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഡിമാൻഡ് എന്നാണെങ്കിൽ 2 points ആണ് ഓർത്ത് വെക്കേണ്ടത്, ഡിസയർ ആൻഡ് എബിലിറ്റി. ഇപ്പോൾ ഡിസയർ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എബിലിറ്റി പറയുമ്പോൾ പ്രൈസ് ആൻഡ് ഇൻകം, അതാണല്ലോ എബിലിറ്റി എന്ന് പറയുന്നത്. ആ പ്രൈസ് നമ്മൾ കൊണ്ട് പറ്റുന്നതാണോ, അതിനുള്ള ഇൻകം നമ്മുടെ അടുത്ത് ഉണ്ടോ എന്നുള്ളത്. നെക്സ്റ്റ് ഇനി ഈ ഗ്രാഫ് നോക്കാം, പ്രൈസ് വേഴ്സസ് ഡിമാൻഡ്, അല്ലെങ്കിൽ ഡിമാൻഡ് വേഴ്സസ് പ്രൈസ്. അപ്പോൾ പ്രൈസ് കൂടുന്തോറും നമുക്ക് വാങ്ങിക്കാനുള്ള ആ ഡിമാൻഡ് അല്ലെങ്കിൽ ആ ഡിസയർ വന്നിട്ട് കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് ഈസ് എ കർവ്. ഡിമാൻഡ് കർവ് ഈസ് ആൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇപ്പോൾ പ്രൈസ് ഹൈ ആണെങ്കിൽ ആ ഡിമാൻഡ്, നമുക്ക് വാങ്ങിക്കാനുള്ള ആ ഒരു ആഗ്രഹം കുറഞ്ഞു വരും. ഇപ്പോൾ ഹയസ്റ്റ് പ്രൈസ് ഉള്ള ഒരു സാധനം വാങ്ങിക്കാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ മെൻ്റൽ എബിലിറ്റി അതിനെ അനുവദിക്കില്ല. സോ വെൻ പ്രൈസ് ഈസ് ഹൈ ഡിമാൻഡ് ഈസ് ലോ. അതുപോലെ പ്രൈസ് കുറവാണെങ്കിൽ അത് വാങ്ങിക്കാൻ നമുക്ക് പോസിബിൾ ആണ്. സോ ദ ഡിമാൻഡ് ഈസ് ഹൈ. There is an inverse relationship between price and quantity demanded. So price is inversely proportional to demand. Okay. Next, exceptions to the law of demand. അപ്പോൾ law of demandൽ ചില exceptions cases ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വെബ്ലൻ എഫക്റ്റ് ഓർ തോർസ്റ്റിയൻ വെബ്ലൻ. ഇവിടെ പ്രൈസ് കൂടുതലാണെങ്കിൽ അത് we need to reduce that use. അപ്പോൾ പ്രൈസ് കൂടുതൽ, ഇപ്പോൾ
ഇപ്പോൾ 1 kg ടൊമാറ്റോ 100 rupees ആണെങ്കിൽ നമ്മൾ ഫുഡിൽ ആ ടൊമാറ്റോ യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എമൗണ്ട് നമ്മൾ കുറവാക്കും. ഇപ്പോൾ 2 tomatoes യൂസ് ചെയ്യുന്നവിടെ നമ്മൾ ഹാഫ് അല്ലെങ്കിൽ 1 യൂസ് ചെയ്യും. സോ ദ നീഡ് ടു യൂസ് എന്നുള്ളത് അത് റെഡ്യൂസ് ചെയ്യും. തോൾസ്റ്റൻ വെബ്ലൻ അവരെന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ, ഹി എക്സ്പ്ലെയിൻ സർട്ടൻ റൂൾസ് ആർ നോട്ട് bought for their worth but for their prestige value. These goods will be demanded by people at higher prices. സോ അതാണ് ഈ വെബ്ലൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ഹി എക്സ്പ്ലെയിൻ സർട്ടൻ റൂൾസ് ആർ നോട്ട് ബോട്ട് ഫോർ ദെയർ വർത്ത്. ചില റൂൾസും ആ വേർത്തിന് വേണ്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ബട്ട് ഫോർ ദെയർ പക്ഷെ ആ പ്രസ്റ്റീജ് വാല്യൂ ഉണ്ടാവും. അത് എപ്പോഴും ഡിമാൻഡായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ ബൈ പീപ്പിൾ. ഇനി സ്പെക്കുലേറ്റീവ് ടെൻഡൻസി എന്ന് പറയുന്നത് ബൈയിങ് പ്രൊഡക്റ്റ് ഫോർ വിച്ച് ദാറ്റ് പ്രൈസ് വിൽ ബി എക്സ്പെക്ടിങ് ടു ഇൻക്രീസ്. അതായത് വില കൂടുമെന്ന പ്രതീക്ഷയിൽ വാങ്ങേണ്ടത്. ഇപ്പോൾ വില കൂടുമെന്ന പ്രതീക്ഷയിൽ നമ്മളൊരു വില കൂടും എന്ന് ഓർത്തിട്ട് നമ്മളിപ്പോൾ ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇനിയും അതിൻ്റെ പ്രൈസ് കൂടും എന്നുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ട്. അപ്പം നമ്മൾ ഇപ്പം തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നവർ അത് പോയി വാങ്ങിക്കാറുണ്ട്. സോ അങ്ങനെ വാങ്ങിക്കുന്ന ഒരു ടെൻഡൻസി, ദാറ്റ് ഈസ് സ്പെക്കുലേറ്റീവ് ടെൻഡൻസി. അഡിക്ഷൻ മീൻസ് ടാസ്മാർക്ക് ഷോപ്പ്, ലിക്കർ ഷോപ്പ്, അതിന് ഇനഫ് എക്സാമ്പിളാണ് അതിൻ്റെ അഡിക്ഷൻ എന്നുള്ളതിൻ്റെ പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് മീൻസ് പ്രൈസ് ഇൻക്രീസസ്, ഡിമാൻഡ് ഡിക്രീസ്. ഡിമാൻഡിനെ കോൺട്രാക്ട് ചെയ്യുക, ചുരുക്കുക. അപ്പോൾ അവിടെ എന്താ വരുന്നത്? ഡിക്രീസ് ആണ് വരുന്നത്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസസ്. ആ പ്രൊസീജിയറാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. നെക്സ്റ്റ് ഉൾട്ട, എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഫോൾസ്, ഡിമാൻഡ് റൈസസ്. അപ്പോൾ ഈ പ്രൈസാണ് ഈ ഡിമാൻഡിനെ ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഹൗ മച്ച് കോൺട്രാക്ഷൻ ഓർ എക്സ്റ്റൻഷൻ ഇൻ ദ ഡിമാൻഡ് ഒക്കേഴ്സ് ഫോർ എ ഗിവൺ ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ ഒരു ചേഞ്ച് ഇൻ പ്രൈസിൽ എത്രത്തോളം കോൺട്രാക്ഷൻ എക്സ്റ്റൻഷൻ നേരത്തെ ഡിസ്കസ് ചെയ്തു, അത് എത്രയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് പ്രസൻറ്റ് ചേഞ്ച് ഇൻ quantity demanded of a commodity to the percentage change in quantity demanded of a commodity to the percentage change in the price of the commodity. Commodity means article of trade. ആ കൊമേഴ്സ് നടത്തുന്നതിൻ്റെ ഒരു ഇതിനാണ് commodity എന്ന് പറയുന്നത്, commercial purpose. അപ്പോൾ ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ചിലാണ് കണക്കാക്കുന്നത്. അതായത് ഈ രണ്ടിൻ്റെയും പെർസെൻറ്റേജ് ചേഞ്ച്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഒരു കൊമോഡിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്വാണ്ടിറ്റി നമ്മൾ ഡിമാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദ കൊമോഡിറ്റി, ഒരു കൊമോഡിറ്റി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു ദ പ്രൈസ്, അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ചിനാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. Next, income elasticity of demand. The percentage change in quantity demanded of a commodity to the percentage change in the income of consumer. രണ്ടിൻ്റെയും ന്യൂമറേറ്റർ സെയിം ആണ്. ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കൊമോഡിറ്റി, അത് സെയിം ആണ്. അത് ഏതിനോട് റിലേറ്റഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡിഫറെൻറ്റ്. പ്രൈസ് ആണെങ്കിൽ ടു ദ പ്രൈസ് ഓഫ് കൊമോഡിറ്റി, ഇൻകം ആണെങ്കിൽ ടു ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. Next is crossed elasticity demand. അപ്പോൾ ക്രോസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് വായിക്കാൻ മനസ്സിലാവും. ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കൊമോഡിറ്റി, എല്ലാറ്റിനും ന്യൂമറേറ്റർ സെയിം ആണ് കേട്ടോ. അപ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കൊമോഡിറ്റി ടു ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ ക്രോസ് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോഫിയാണ് നമുക്ക് ഇഷ്ടം, പക്ഷേ കോഫിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തെന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും? കോഫിയിൽ നിന്നും ടീയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് പോകും. അവിടെ ഒരു ക്രോസിങ് മെൻറ്റാലിറ്റി വരുന്നില്ലേ? ദാറ്റ് ഈസ് ക്രോസ്ഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്.
ഇൻ ഷോർട്ട് ദ ഡിമാൻഡ് ചേഞ്ച് ബിറ്റ്വീൻ എ പ്രോഡക്റ്റ്, ഇവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോഫി എന്ന് എടുക്കുക, ആൻഡ് എ നിയറസ്റ്റ് വൺ ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ കോഫിക്ക് നിയറസ്റ്റ് വൺ എന്താണ്? ടീ. ദാറ്റ് ഈസ് ക്രോസ്ഡ്. നെക്സ്റ്റ് ഈസ് ലോ ഓഫ് സപ്ലൈ. ലോ ഓഫ് ഡിമാൻഡ് കഴിഞ്ഞ് ലോ ഓഫ് സപ്ലൈ എന്നാണ് നോക്കാം. commodity offered for sale at a point of time. ഇവിടെ സപ്ലൈ കർവ് ഈസ് ദ അപ്വേർഡ് ആണ്, അതിൽ ഡൗൺവേർഡ് ആണ്. സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, സെയിം ആസ് സ്ലോപ്പിംഗ് കർവ് ഡിമാൻഡ്, അവിടെയും സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. പക്ഷേ ഇവിടെ പ്രൈസ് കൂടുന്തോറും സപ്ലൈയും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ചെറിയൊരു തിരുത്തലുണ്ട്. അതായത് പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും എന്ന് പറയാൻ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത്, വെൻ ടൊമാറ്റോ ഈസ് ₹50 എന്നിരിക്കട്ടെ, അതൊരു ലോ പ്രൈസ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ₹50 ആണെങ്കിൽ ആ പ്രോഡക്റ്റിനുള്ള ഡിമാൻഡ് കുറവായിരിക്കും, അതുപോലെ സപ്ലൈയും കുറവായിരിക്കും. ഓക്കെ, കാരണം ഇപ്പോൾ ചീപ്പ് റേറ്റിൽ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ഇത്ര രൂപയാണെന്ന് വെക്കുന്ന സമയത്ത് അതാരും അങ്ങനെ, കാരണം നോർമൽ റേറ്റ് ആണെന്ന് വെച്ചിട്ട് അതാരും വാങ്ങിക്കാറില്ല. അത് വാങ്ങിക്കാനുള്ള ഡിമാൻഡ് കുറവായിരിക്കും. ഡിമാൻഡ് കുറഞ്ഞാൽ അത് വാങ്ങിക്കുന്ന ആൾക്കാർ കുറവാകുകയാണെങ്കിൽ അതിൻ്റെ സപ്ലൈയും കുറവായിരിക്കും. ഇനി അതിൻ്റെ പ്രൈസ് റൈസ് ചെയ്തെന്നിരിക്കട്ടെ, അപ്പോൾ അതിൻ്റെ ആവശ്യം കൂടും എല്ലാവർക്കും, റൈറ്റ്. ഇപ്പം ഈ കോവിഡ് ടൈമിൽ തന്നെ വെജിറ്റബിൾസ്, ഫോർ എക്സാമ്പിൾ ടൊമാറ്റോ, അല്ലെങ്കിൽ ഒരു ടൈമിൽ ഒനിയൻ്റെ റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ഡിമാൻഡ് കൂടുതലും ഒനിയൻ വാങ്ങിക്കാൻ പറ്റാത്ത ടൈമിലാണ് അത് വാങ്ങിക്കണം എന്നുള്ളൊരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അതിന് ഡിമാൻഡ് കൂടുതലും, ഡിമാൻഡ് കൂടിക്കഴിയുമ്പോൾ ആൾക്കാർ വാങ്ങിക്കുന്നത് കൂടുമ്പോൾ സപ്ലൈയും കൂടുതലായിരിക്കും. അതാണ് സെക്കൻഡ് പോർഷൻ പറയുന്നത്. ഇപ്പോൾ സെയിം ടൊമാറ്റോയുടെ റേറ്റ് 50 നിന്നും 80 റുപ്പീസിലോട്ട് മാറിക്കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് കൂടും, സപ്ലൈയും കൂടും. അതാണ് ഈ കർവിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൈസ് വേഴ്സസ് സപ്ലൈൻ്റെ കർവ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് കുറയുന്ന സമയത്ത് സപ്ലൈയും കുറയും, പ്രൈസ് കൂടുന്ന സമയത്ത് സപ്ലൈയും കൂടും. ആ ഒരു 2 പോയിന്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റ് ആണെങ്കിൽ ഡിമാൻഡ് മീറ്റ്സ് സപ്ലൈ, ആ ഒരു പോയിന്റിനെയാണ്. ഇപ്പോൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഒരുമിച്ച് നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് കർവ് സ്ലോപ്പിംഗ് കർവ് ഡൗൺവേർഡ് ആൻഡ് സപ്ലൈ കർവ് ഈസ് സ്ലോപ്പിംഗ് കർവ് അപ്വേർഡ് എന്ന് പറഞ്ഞല്ലോ. അത് ഒരു ഗ്രാഫിൽ വരയ്ക്കുകയാണെങ്കിൽ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ദാറ്റ് പോയിന്റ് ഈസ് ഇക്വിലിബ്രിയം പോയിന്റ്. അവിടെ പ്രൈസ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടൊമാറ്റോയുടെ കേസിലെടുക്കുമ്പോൾ ടൊമാറ്റോയുടെ ₹50 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കുറവായിരിക്കും, സപ്ലൈയും കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വൺസ് മോർ ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ഈസി ആക്കി തരാം ഡൗട്ട്. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് ഓഫ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി ഈസ് ദ വൺ സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ പ്രോഡക്റ്റ്. The concept of utility put forwarded by Alfred Marshall. Relative concept ഉണ്ട്, അബ്സ്ട്രാക്റ്റീവ് കോൺസെപ്റ്റും ഉണ്ട്. കോൺസെപ്റ്റ് ഓഫ് യൂട്ടിലിറ്റി എന്നുള്ളത് അത് റിലേറ്റീവ് കോൺസെപ്റ്റും ഉണ്ട്, അബ്സ്ട്രാക്റ്റീവ് കോൺസെപ്റ്റ് ഉണ്ട്. റിലേറ്റീവ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മാൻ ടു മാൻ അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ബട്ട് അബ്സ്ട്രാക്റ്റീവ് കോൺസെപ്റ്റിൽ ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അത് വേണം എന്നുള്ളതിൻ്റെ ആ ഒരു സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ പ്രൊഡക്റ്റ് ആണ് യൂട്ടിലിറ്റി. അക്കോർഡിംഗ് ടു മാർഷൽ, യൂട്ടിലിറ്റി ഈസ് ഇൻഡയറക്ട്ലി മെഷർഡ്. The indirect measurement for the utility is the price of the commodity. അപ്പോൾ മാർഷലിൻ്റെ കണക്ക് പ്രകാരം ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ആ ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയാണ്. ഇനി ബാക്കിയുള്ള പോർഷൻസ് ലൈക്ക് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി ഉണ്ട്, അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.